നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നേ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളൊക്കെ ഒരു പോസിറ്റീവ് എനർജിയും ഇല്ലാതെ ചുമ്മാ ചുരുണ്ടുകൂടിയിരിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയാണ് അല്ലേ. പലരും വിചാരിക്കും, എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ടൊരു കഴിവുമില്ല, മറ്റുള്ളവർക്കൊക്കെ കഴിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. മിക്കവാറും സ്ത്രീകൾക്ക് തന്നെ നല്ല കഴിവുള്ളവരാണ്. അപൂർവം ചിലർക്ക് മാത്രമേ കഴിവില്ലാത്തവരുള്ളൂ. ബാക്കിയൊക്കെ നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല മിടുക്കികളായ പെൺകുട്ടികളും ഒക്കെയാണ്, സ്ത്രീകളും ഒക്കെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കില്ല. കാരണം നമുക്കിങ്ങനെ പൊതിഞ്ഞ് മൂടിയിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറൊരു കുഴപ്പമില്ല. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമാണ്. അത് നമ്മൾ ചെയ്യില്ല. നമുക്കിടെ സ്ത്രീകൾക്കുള്ളിടത്തോളം കഴിവുകളുണ്ടല്ലോ, പുരുഷന്മാർക്ക് പോലുമില്ല. അത് നമ്മൾ വിചാരിക്കണം. നമ്മൾ അത്രയ്ക്ക് കഴിവുള്ള സ്ത്രീകളാണ്. എന്തെല്ലാം കഴിവുകളുണ്ടെന്നറിയാമോ? പല കാര്യങ്ങളും ഓർത്തിരുന്ന് കൃത്യമായി ചെയ്യാനും, പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാനും, അതേപോലെ മാതൃത്വം, സ്നേഹം, കരുണ, ദയ, ധൈര്യം, ഇതെല്ലാം ആണുങ്ങളെക്കാളും ധൈര്യമുള്ള സ്ത്രീകൾക്കാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ജീവിക്കുന്നതിന് കഴിവുള്ള സ്ത്രീകൾക്ക്, ആണുങ്ങൾക്ക് അത്രയും കഴിവില്ല തന്നെ ജീവിക്കാനൊന്നും. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഒരു ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവിന് തന്നെ ജീവിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഭാര്യയോടെല്ലാം ഇങ്ങ് എടുത്തോണ്ടോ ഇങ്ങ് കൊണ്ടുപോവാ, ചോറെടുത്തോ കറി എടുത്തോ അങ്ങനെ ചോദിച്ച് വളർന്ന ഒരാൾക്ക് തന്നെ ജീവിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ആ സമയത്ത് ഭാര്യയാണെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിച്ചു പോകും അല്ലേ. ഒരു കുഴപ്പമില്ലാണ്ട് അവരുടെ ജീവിതം അവർ മറക്കും. പല കാര്യങ്ങളും മറക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൊടുത്തേക്കുന്നത്. സൗന്ദര്യവും എല്ലാ സൗഭാഗ്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവും സ്ത്രീകൾക്കുണ്ട്. അവർ പക്ഷേ അത് വിനിയോഗിക്കില്ല. ഒരു സേഫ് സോണിൽ ഇങ്ങനെ സുരക്ഷിതയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വിട്ട് പുറത്തേക്ക് പോകണം. ഒരു മുട്ടയുടെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് പോകും പോലെ സ്ത്രീകൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ചിന്തിച്ച് നോക്കിക്കേ. ഇത്രയും കഴിവുള്ള നമ്മളാണ് ചുമ്മാ നമ്മുടെ ജീവിതം വേസ്റ്റാക്കി 60, 65, 70 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ കടന്ന് പോകണം. മക്കളെ നോക്കി, മരുമക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി, അല്ലെങ്കിൽ വീട്ടിലെ പണിയെടുത്ത് നമ്മളിങ്ങനെ ജീവിച്ച് ഓരോ ദിവസവും കഴിഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്ത് അതിലൊരു മടുപ്പ് തോന്നണം. അതിലാരെങ്കിലും നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ടോ? ഒന്നോർത്ത് വയ്ക്കേ. അമ്മമാർ എണീറ്റ് രാവിലെ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നു, മക്കളെ വളർത്തുന്നു, അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഭർത്താക്കന്മാർ നീ മടുത്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? എനിക്ക് തോന്നുന്നില്ല ആരും ചോദിച്ചു എന്ന്. അതവരുടെ കടമയായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. കടമയാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവരും ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഒരു സ്വാതന്ത്ര്യം എല്ലാ സ്ത്രീകൾക്കും വേണം. എന്ന് വെച്ചോണ്ടോ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല. സ്വന്തമായിട്ടൊരു വരുമാനവും കൂടെ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൂടും. എന്തെങ്കിലും ഒരു കൊച്ചു പരിപാടി നമ്മൾ വീട്ടിൽ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കിട്ടുന്ന പൈസകൾ നമ്മൾ സേവ് ചെയ്ത് അത് അടുക്കി കൂട്ടി വെച്ച് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും കൊണ്ട് ഒരു പൊട്ട് മേടിച്ച് കുത്തിയാൽ പോലും നമുക്ക് സന്തോഷം. എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരും. അങ്ങനെ നമ്മളെ സെൽഫായിട്ട് നമ്മളെ ലവ് ചെയ്യുക. അതായത് നമ്മളെ എക്സസൈസ് ചെയ്യുക, നമുക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും എത്രയോ സ്ത്രീകളിപ്പം ഓരോരോ പരിപാടിയായിട്ട് ഇറങ്ങുന്നുണ്ടെന്നറിയാവോ? കഞ്ഞി സ്റ്റോൾ ഒക്കെ നടത്തുന്ന എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. കഞ്ഞിക്കട നടത്തുക. 50 രൂപ കഞ്ഞിക്കടയ്ക്ക്, ഏതാണ്ടൊക്കെ കറികളൊക്കെ ആയിട്ട്. ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെയൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പം നമുക്ക് ചുമ്മാ ഇരുന്നാൽ പോലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. പൂവുണ്ടാക്കുകയോ പൂച്ചെടി കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം. അപ്പം നമുക്ക് കോൺഫിഡൻസ് കൂടും. പിന്നെ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് നമുക്ക് അങ്ങനെയുള്ളപ്പം നമ്മളിലേക്ക് ഒരു സൗഭാഗ്യങ്ങളും വരില്ല. ഉറപ്പായ കാര്യമാണ്. നമ്മൾ ആരുടെ അടുത്താണോ നമ്മൾ കൂട്ടുകൂടുന്നത് അവരുടെ ഇത് നമ്മളിലേക്ക് വരും, സ്പ്രെഡ് ചെയ്ത് വരും. അപ്പം നമ്മളിങ്ങനെ നെഗറ്റീവുകൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഉണ്ടാകുകയില്ല. നമുക്ക് ചിന്തിക്കില്ല. നമ്മളിങ്ങനെ പരദൂഷണവും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം നമ്മളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകും. ഉറപ്പായ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവർ സംസാരിക്കുന്നിടത്ത് പോയിരുന്ന് നമ്മുടെ സമയങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കുക. നമ്മുടെ വീട്ടിലെ അടുക്കളപ്പണി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചുമ്മാ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിയിരുന്ന് ആ സമയം കൂടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുക.
നമ്മൾ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റിന് നോക്കിയെന്ന് കുഴപ്പമില്ല, പക്ഷേ ഫുൾ ടൈം അതുകൊണ്ട് തന്നെ ഇരിക്കണം. രാവിലെ തൊട്ട് നോക്കിയിട്ട് വൈകുന്നേരം ഭർത്താവും മക്കളും വരുന്നവരെ ഇരുന്ന് സമയം കളയുന്ന സ്ത്രീകളുണ്ട്. അത് നിർത്തുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടു നമ്മൾ ഇച്ചിരി നേരം ആസ്വദിച്ച് നമുക്ക് തമാശയുള്ളതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആസ്വദിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ മുഖ്യ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണെന്ന് വിചാരിക്കുക. എന്തിനാ ഒന്ന് ഓർത്തു നോക്കി. നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വരും. വന്നതിനെ നേരിടാൻ ശ്രമിച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കും കൂടെ എന്തൊക്കെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്ത് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക. അല്ലാണ്ട് ഇതിങ്ങനെ വന്നു, എൻ്റെ തലയിലെഴുത്താണ്, എൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിലരുണ്ട് കേട്ടോ, ഞാൻ ഭാര്യ ഭർത്താക്കന്മാർ നല്ല ഇതിൽ ഇരുന്ന് എല്ലാ പ്രതിസന്ധിയൊക്കെ വന്നപ്പം ഒന്നിച്ചിങ്ങനെ ഇരിക്കും, സ്നേഹത്തോടു കൂടിയൊക്കെ ഇരുന്നു. എന്നിട്ട് അത് ആ പ്രതിസന്ധി എങ്ങനെയെങ്കിലുമൊക്കെ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു കച്ചവടം നടത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ അവർ രക്ഷപ്പെട്ടു പോകുന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ചെവി തിന്നുന്ന ഭാര്യകളും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്. ഭർത്താവിനൊക്കെ നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞാലായിരുന്നു, നിങ്ങൾ ഓരോ വഴിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ അന്നും പറയണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ ചെവിയിലേക്ക് വരും. ഭാര്യയോട് ഭർത്താക്കന്മാർ പറയണുണ്ട്, എടി നിന്നോടൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെ പോകരുത് അങ്ങനെ പോകരുത് എന്ന്. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതൊക്കെ വരുന്ന ഇതും കൊണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ജീവിതം പിന്നെയും അത് വിഷമത്തിലേക്ക് പോവല്ലേ ഉള്ളൂ. ഇത് ദിവസവും ഇങ്ങനെ ഈ ഗുളിക സേവിക്കും പോലെ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും നമ്മൾ കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ? 2 കൂട്ടരെ നിർത്തണം. ഭാര്യയെ നിർത്തണം, ഭർത്താവ് നിർത്തണം. എന്നിട്ട് മുന്നോട്ട് പോകണം. ഇനി നമ്മൾ പറയണ്ട, നമ്മളത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്, കഴിഞ്ഞു പോയി, നമ്മളത് വീട്ടിൽ എടുത്തു. ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ നമ്മൾ അതിനെ തിരുത്താൻ നമ്മൾ ശ്രമിച്ചു, തിരുത്തി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്വൈര്യം കാണുകയില്ല. അതിങ്ങനെ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ടല്ലോ നമ്മളിലേക്ക് നെഗറ്റീവ് മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവില്ല, നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവില്ല. ആ സമയത്ത് പോസിറ്റീവായിട്ട് നമുക്ക് നാളെ ഇന്ന രീതിയിൽ ജീവിക്കണം, നാളെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, മക്കളെ ഇന്ന രീതിയിൽ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഈ നെഗറ്റീവുകൾ ചിന്തിച്ചാൽ നെഗറ്റീവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. നമ്മൾ രോഗങ്ങളാണെന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളിലേക്ക് ലോ എനർജി ഉണ്ടായിട്ട് നമ്മൾ രോഗങ്ങളിലേക്ക് പെട്ടുപോകും. അവിടെ വേദന ഇവിടെ വേദന അസ്വസ്ഥത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഉണ്ടായിരിക്കാം. അതിന് വിദഗ്ധമായ ഏതെങ്കിലും ചികിത്സകൾ ചെയ്യുക. വലിയ വേദനകളാണ്, ചെറിയ വേദനകൾ നമ്മുടെ മനസ്സിൻ്റെ വേദനകളാണ്. അതാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. അത് നമ്മൾ വിചാരിക്കണം. ചെറിയ വേദനകൾ അവിടെ ഇവിടെ, ജോയിൻറ്റിന് വേദന, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കാൽസ്യം ഗുളിക കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഡി ഗുളിക കൊണ്ടോ തീരുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മേടിച്ച് കഴിക്കുക. അതല്ലാതെ വരുന്ന വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ഡോക്ടറെ പോയി കാണുക തന്നെ വേണം. വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ വെള്ളം കുടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളായിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളാണ് മക്കളെ നമ്മളീ പുറത്തേക്ക് വിടുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമുക്ക് മനസ്സിൽ എന്തുമാത്രം വിഷമങ്ങളുണ്ടോ അതെല്ലാം രോഗമായിട്ട് പുറത്തേക്ക് വരും, വിഷമങ്ങളായിട്ട് പുറത്തേക്ക് വരും, നെഗറ്റീവായിട്ട് പുറത്തേക്ക് വരും. നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ നെഗറ്റീവായിട്ട് വരും, നമ്മുടെ ചിന്തകൾ നെഗറ്റീവായിട്ട് വരും. പോസിറ്റീവ് എന്തോരം മനസ്സിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു, അതുപോലെ പോസിറ്റീവായിട്ട് വരുമ്പോൾ നമ്മളിലേക്ക് സൗഭാഗ്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് വരും, ഉറപ്പായ കാര്യമാണ്. നമ്മൾ മാറും, സാമ്പത്തികം മാറും, കുടുംബ ബന്ധങ്ങൾ മാറും, അടിപൊളിയായിട്ട് വരും. ഭർത്താവ് നമ്മളെ അംഗീകരിക്കും, ഭാര്യ നമ്മളെ അംഗീകരിക്കും, മക്കൾ നമ്മളെ അംഗീകരിക്കും. നമ്മൾ ഒരു നോട്ടം കൊണ്ട് പോലും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരും. ഒന്നും പറയണ്ട, നമ്മൾ ഉറപ്പാ. ഇതൊക്കെ അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അല്ലാണ്ട് ആരും ഇതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഈ ലോകത്തിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ജീവിതം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ എന്താണോ നെഗറ്റീവാണോ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം അത് തന്നെയാണ്. എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരോടും ഉണ്ടായിരിക്കുക, നന്ദി ഉണ്ടായിരിക്കുക. നമുക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യത്തിനും നന്ദി ഉണ്ടായിരിക്കുക. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ ഒരാളെക്കുറിച്ച് മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും അത് തന്നെയായിരിക്കും നമ്മുടെ ചിന്ത. നമ്മൾ ഉയരില്ല അവിടെ, അത് ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. അവർക്കെന്നല്ല, നമുക്ക്. നമ്മളാ ചിന്തിക്കണമെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരാൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് അവരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നത്, നമ്മളിലെ പോസിറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവ് മാത്രമേ വരികയുള്ളൂ, ഉറപ്പായ കാര്യമാണ്. ഒരു 10 രൂപ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, നമ്മൾ പോസിറ്റീവായിട്ട് നല്ല മൈൻഡോട് കൂടിയിരിക്കണമെങ്കിൽ നമുക്ക് കിട്ടും.
അതല്ല, നമുക്ക് നല്ല മക്കൾക്കൊക്കെ നല്ലത് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ലത് വരും. നമ്മൾ അതേ സമയത്ത് മറ്റുള്ളവരുടെ മക്കളുടെ കഷ്ടപ്പാടുകളും മറ്റുള്ള മക്കൾക്ക് അങ്ങനെ വന്നെന്നും അവൻ്റെ മക്കൾ രക്ഷപ്പെട്ടു എന്നും ഒക്കെ അസൂയയും കുശുമ്പുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിലുണ്ടല്ലോ, അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലായിരിക്കും സംഭവിക്കുന്നത്. അവർ രക്ഷപ്പെടുകയും ചെയ്യും, ഉറപ്പാണ്. അതല്ലേ, അയലോക്കംകാരുടെ അവൻ്റെ വീട്ടിലേക്ക് കുശുമ്പും കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരാണ് രക്ഷപ്പെടുന്നത്, നമ്മളല്ല. നമ്മൾ നശിച്ച് പോകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്താഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അതാണ് നമ്മളിലേക്ക് വരുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധമാക്കി വയ്ക്കുക. നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് എക്സസൈസോ എന്താണോ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഉണ്ടാകും കേട്ടോ. നമ്മൾ പറ്റില്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്ന സമയം നടക്കാൻ വയ്യ എന്ന് വെച്ചോ, എങ്കിലും നമ്മൾ കട്ടിലയിലോ കസേരയിലോ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ജോയിൻസുകളൊക്കെ ഒന്ന് ഇളക്കി നമ്മുടെ കഴുത്തൊക്കെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ച് കണ്ണുകൾക്കൊക്കെ ഒരു എക്സസൈസ് കൊടുത്ത് ഒക്കെ നമ്മൾ ഇരുന്ന് നോക്കിക്കേ, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി അന്നത്തെ ദിവസം ഉണ്ടാകും. ഒരു ദിവസം കൊണ്ടുണ്ടാവില്ല, ഒരാഴ്ച കൊണ്ട് നമ്മളിലേക്ക് വരുന്ന മാറ്റം നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്ക് വേറെ ചിന്തിക്കാൻ നമുക്ക് അത് ചെയ്യണമല്ലോ എന്നൊരു ചിന്ത വരും. പിന്നെ നമ്മളെന്തും അഫർമേഷൻ ചെയ്യുന്നത് പോസിറ്റീവായിരിക്കണം, നെഗറ്റീവായിരിക്കരുത്. പോസിറ്റീവ് മാത്രം ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ നിറച്ച് വയ്ക്കുക. ഇതൊക്കെയുള്ളൂ മക്കളെ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ കാര്യങ്ങൾ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം. അല്ലാണ്ട് മറ്റുള്ളവരാരും കൊണ്ടുതരുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഇരിക്കുകയും വേണ്ട കേട്ടോ. സ്ത്രീകളെന്ന് വെച്ചാൽ നല്ല കഴിവുള്ള വ്യക്തികളാണ്. സ്ത്രീകൾക്ക് കഴിവ് എന്ന് പറഞ്ഞാൽ കോരി കൊടുത്തിട്ടുണ്ട് കഴിവുകൾ. സംസാരിക്കാൻ കഴിവുണ്ട്. ആണുങ്ങളെക്കാളും കൂടുതൽ എന്ത് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകളാണ്. എന്ത് കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്ന സ്ത്രീകളാണ്. വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ചെയ്യുന്ന സ്ത്രീകളാണ്. എന്ത് വൃത്തിയോടുകൂടി നടക്കുന്ന സ്ത്രീകളാണ്. എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവരുടെ കഴിവുകൾ വിദ്യാഭ്യാസത്തിൽ നോക്കിയാൽ സ്ത്രീകളായിരിക്കും മുൻപന്തിയിൽ ആൺപിള്ളേരെക്കായാലും. ചുമ്മാ നിങ്ങൾ നീറ്റിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ ഒന്ന് നോക്കി, വിജയശതമാനം പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ. അതങ്ങനെയാണ്. അവർ നന്നായിട്ട് പഠിച്ച് നല്ല കഴിവുള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ വിചാരിക്കണം, ഈ സ്ത്രീകളുടെ ഈ കഴിവ് അവർ പരമാവധി വിനിയോഗിക്കുക. ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് തുടർന്ന് എന്തെങ്കിലും നമ്മൾ കോഴ്സ് പഠിക്കാൻ പൊക്കോളുക. നമുക്കൊരു ജോലി സാധ്യതയുള്ളൊരു കോഴ്സാണെങ്കിൽ അത് 4 മാസത്തേന് പഠിക്കണം, 2 മാസത്തേന് ഒരു കോഴ്സാണ് തയ്യൽ പഠിക്കാൻ പൊക്കും. ഇതൊക്കെ എന്ത് വരുമാനം ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളാണെന്നറിയാമോ? ഇപ്പം എനിക്കറിയാം, ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഇരുന്ന് തയ്ക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നമ്മൾ കൊണ്ടു കൊടുത്താൽ മതി. ബസ് കയറാൻ പോകുമ്പോൾ ദിവസവും യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഓഫീസിലൊക്കെ പോകുന്നവർ, നമുക്ക് എന്തെങ്കിലും കീറിയതോ തുന്നിയതോ ഒക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ നിക്കറൊക്കെ കുത്തുവിട്ടതാണെങ്കിൽ പോലും അവരുടെ അടുത്തേക്ക് കൊണ്ടുകൊടുത്താൽ 20 രൂപ 30 രൂപയൊക്കെ ഉള്ളൂ. അവർ തയ്ച്ച് വെച്ചേക്കും. എത്ര എണ്ണം കൊണ്ട് കൊടുത്താലും അവരൊരു ചെറിയ തുക മേടിക്കുന്നുള്ളൂ. അവർക്ക് തന്നെ മുതൽ മുടക്കി വയ്ക്കണം. ഒരു മിഷ്യൻ കൊണ്ട് വയ്ക്കണ പാട് മാത്രം. ഒരു സ്റ്റൂളും ഉണ്ട്, കുറച്ച് നൂലും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളാരും അനങ്ങാണ്ടിരുന്ന് നമ്മുടെ സമയം കളയാതിരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവുകൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുക. എപ്പോഴും എല്ലാവരോടും നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി സംസാരിക്കുക. നമ്മുടെ പുഞ്ചിരി നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ നമ്മളിങ്ങനെ പുഞ്ചിരി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കും തോറും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്ത് ആ പുഞ്ചിരി തന്നെ വന്നുകൊണ്ടിരിക്കുന്നേ. അല്ലാണ്ട് പുഞ്ചിരി നമുക്ക് കൃത്രിമമായിട്ടുണ്ടാക്കണമല്ല. നമ്മൾ ഒരാഴ്ച ചിരിച്ചാൽ മതി, പിന്നെ നമ്മൾ ആ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോ എനർജി നമ്മളിലേക്ക് ഉണ്ടാക്കി വെക്കാൻ ക്ഷീണം, തളർച്ച, പറ്റില്ലായ്ക, അയ്യോ എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് സാധിക്കില്ല, ഇതൊക്കെ നമ്മുടെ നിഘണ്ടുവിൽ പോലും കാണരുത് കേട്ടോ. എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, അതാണാണേലും പെണ്ണാണേലും എനിക്കേ പറ്റുള്ളൂ, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കേ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ ആര് ചെയ്യും? നമുക്ക് പറ്റും മക്കളെ, നമുക്ക് നല്ല നിലയിലെത്താൻ പറ്റും, ഉറപ്പായ കാര്യമാണ്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മളൊന്നും ഓർക്കും. നമ്മുടെ വീടുകളിൽ നമ്മൾ രക്ഷപ്പെട്ടാലേ നമ്മുടെ മക്കളും ഭർത്താവും ഒക്കെ രക്ഷപ്പെടുള്ളൂ, ഇല്ലേ? ആ പൈസ നമ്മുടെ കുടുംബത്തിലേക്കല്ലേ വരുന്നത്. അതേപോലെ ഭർത്താവ് ജോലി ചെയ്ത് ആ കുടുംബത്തിലേക്കല്ലേ വരുന്നത്. ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കി, നമ്മുടെ അയൽക്കാരെയോ നമ്മുടെ സഹോദരങ്ങളെയോ നമ്മുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ വേറെ ആരെയും നോക്കിയിരിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശക്തിപൂർവ്വം മുന്നോട്ട് പോയി ചെയ്ത് മിടുക്കരാകുക. വീട്ടിലെ പണിയൊക്കെ പടപടേന്ന് തീർക്കുക. എന്നാ പറയണ, ഒരു സദ്യക്കുള്ള വട്ടങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ, നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുക. അത് നമുക്ക് വരുമാനമായാൽ നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ.
ഒത്തിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കളയുന്നേക്കാളും ഭേദമല്ല. അങ്ങനെ കളഞ്ഞ് സ്ത്രീകൾ പഠിക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് തട്ടുന്ന ആ സ്വഭാവം സ്ത്രീകൾക്ക് കൊള്ളില്ല. അതായത് നമ്മൾ ഓരോ സാധനം മേടിക്കുന്നതിനും വില എന്നാ വിലയാണ്. അപ്പം നമ്മൾ ഓർക്കണം, അങ്ങനെ വേസ്റ്റാക്കിയ ഫുഡുകളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഒത്തിരി മേടിച്ച് വേസ്റ്റാക്കി കളയുന്ന ആ പൈസയും കൂടെ നമ്മൾ സേവ് ചെയ്യുക. നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. രാവിലെ എനിക്ക് ഫ്രിഡ്ജ് തന്നിട്ട് അയ്യോ ഇന്നെന്നെ ഒന്നും ഇരിപ്പില്ലല്ലോ അങ്ങനെ പറയരുത്. നമുക്ക് ആവശ്യത്തിനുള്ള കുറേശ്ശെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അതെല്ലാം മേടിച്ച് വയ്ക്കുക. അത് തീരുമ്പോഴേ അടുത്ത സെറ്റ് മേടിക്കാവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ അതിന് കിട്ടുന്ന പൈസ നമ്മൾ സേവ് ചെയ്യുക. അതേപോലെ ഗ്യാസ് ഇറക്കുമ്പോഴൊക്കെ കിട്ടുന്ന പൈസകൾ സേവ് ചെയ്യുക. അതേപോലെ ഗ്യാസൊക്കെ ഓണാക്കിയിട്ടിട്ട് മിറ്റടിക്കാൻ പോകുന്നതും ഒക്കെ ഇങ്ങനെ തിളച്ച് വെള്ളമൊക്കെ അടപ്പത്ത് വെച്ച് പാത്രത്തിൽ വാറ്റി തീരണ വരെ കിടക്കണ കാണാം. ആ ഗ്യാസൊക്കെ ഒരു മാസം പോലും തികയില്ല. അതേപോലെ കഞ്ഞിയൊക്കെ തിളച്ച് അവിടെ കിടക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതിനെയൊക്കെ എടുത്ത് ഏതെങ്കിലും ഈ കഞ്ഞിയൊക്കെ വേവാൻ വെക്കുന്നില്ല, പേര് മറന്നു, തെർമൽ കുക്കറിലേക്ക് വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും നമുക്ക് പൈസ. അതേപോലെ എല്ലാ കാര്യവും കറണ്ട് ചുമ്മാ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടേക്കണത് ഓഫാക്കി ഇടുക. ആവശ്യമുള്ളപ്പം സന്ധ്യ കഴിഞ്ഞുള്ള മോട്ടറടിയും മിക്സി പ്രവർത്തി അങ്ങനെയൊക്കെ നിർത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് നോക്കി നമ്മുടെ ജീവിതം മാറും. ആവശ്യത്തിനുള്ള എല്ലാ കാര്യവും നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ ഏത് സമയം അടുക്കളയിൽ കിടന്ന് പണി ചെയ്യുന്ന സ്വഭാവം മാറ്റിയെടുക്കുക. രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് വേറെ വൈകുന്നേരം ഉണ്ടാക്കുക. അതൊക്കെ ഗ്യാസൊക്കെ ഒത്തിരി കാശ് ചിലവാണ് നമുക്ക്, എണ്ണയുടെ ചിലവൊക്കെ. നമുക്ക് ഒറ്റ പ്രാവശ്യം ഫുഡുകൾ ഉണ്ടാക്കുക. എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം മാറുന്നത്. ആവശ്യത്തിലുള്ള ചിലർ കടകളിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേ നാളിങ്ങനെ വീടുകളിലിരിക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുമ്പോൾ കഴിഞ്ഞു എടുത്ത് ദൂരെ കളയും. നമ്മൾ അങ്ങനെ മേടിക്കരുത്. അതേപോലെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ മേടിക്കാവുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കടയിൽ പോയി മേടിക്കുക. ആവശ്യമുള്ള പാത്രങ്ങൾ മേടിക്കുക. ആവശ്യമില്ലാത്ത പാത്രങ്ങൾ എത്ര നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലും നമ്മൾ മേടിക്കരുത്. ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ട് തന്നാൽ പോലും നമ്മൾ മേടിച്ചുകൊണ്ട് വരണ്ട, നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിറയ്ക്കാൻ ശ്രമിക്കണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മേടിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതം സന്തോഷം തന്നെ. ഇതൊക്കെയാണ് സന്തോഷത്തിൻ്റെ കാരണങ്ങൾ. അല്ലാണ്ട് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് നിറച്ച് വെച്ചിട്ട് മനസ്സമാധാനം ഇല്ലാണ്ട് എല്ലാം എടുത്ത് വേസ്റ്റാക്കി കളഞ്ഞ് ചിലർ ഇങ്ങനെ അരിപ്പൊടിയും അല്ലെങ്കിൽ മൈദ അങ്ങനെയൊക്കെയുള്ള മേടിച്ചിട്ട് കുറേ നാളിങ്ങനെ കടലമാവൊക്കെ മേടിച്ച് വെച്ച് 1 കിലോ 2 കിലോ ഒക്കെ മേടിക്കും. അതൊക്കെ നമ്മൾ കുറേശ്ശെ മേടിക്കുക. ഒരു 250 ഒക്കെ മേടിച്ചാൽ മതി, ലൂസായിട്ട് മേടിക്കുക. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ അടുത്ത് മേടിക്കുക. അല്ലാണ്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇത് പുഴുവും പിടിച്ച് ചീത്തയായി റവയൊക്കെ എടുത്ത് ദൂരെ കളയണതാണ്. അങ്ങനെയൊന്നും കളയാതിരിക്കുക. പച്ചക്കറികൾ ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മേടിച്ചുകൊണ്ടിരിക്കുക. വെറും 2 ദിവസത്തേനുള്ളത് മേടിക്കുക. അത് കഴിയുമ്പോൾ മേടിക്കാൻ മതിയെന്നേ, തീരുന്നേ മേടിക്കാവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൈപ്പിടിയിലെത്തും മക്കളെ, ഉറപ്പാണ്. ഇതൊക്കെ അനുഭവം കൊണ്ടും പഠിച്ചതുമാണ്. ഇത് പണ്ടൊക്കെ ആദ്യം കുറേ ധാരാളിയായിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ആഴ്ചകളോളമൊക്കെ മേടിക്കുമായിരുന്നു. ജോലിയുണ്ട്, ചേട്ടന് ജോലി ഉള്ളതുകൊണ്ടും എനിക്ക് ജോലി ഉള്ളതുകൊണ്ടും ഒക്കെ ഇങ്ങനെ മേടിച്ച് കൂട്ടി വെച്ചിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് കളഞ്ഞു. അത് കുറേ അനുഭവങ്ങൾ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക. ആവശ്യമില്ലാത്ത പൈസകൾ സേവ് ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു സമ്പാദ്യമായിട്ട് വെക്കുക. ആ സാധനങ്ങൾ ആ പൈസ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോസ്റ്റ് ഓഫീസിൽ RDയിലോ എവിടെയെങ്കിലും, ഇപ്പോൾ പോസ്റ്റ്മാൻമാർ വീട്ടിൽ വന്ന് പൈസ മേടിച്ചുകൊണ്ട് നോക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്തിടുക. അല്ലെങ്കിൽ ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ തുടങ്ങിയോ, ബാങ്കുകളിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുമോ, എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഷെയറിൽ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിടാം, ബാങ്കുകളിൽ ചെന്നാലിടും. അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കറിയത്തില്ലെങ്കിൽ ഏതെങ്കിലും ഷെയർ ബ്രോക്കർമാരെ നല്ല ആൾക്കാരെ പിന്നെ ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഷെയറൊക്കെ ചെയ്ത് തന്നെ, അങ്ങനെയുള്ളവരെ സഹായത്തോടു കൂടി ചെയ്യുക. നമ്മളെ പറ്റിക്കില്ലാത്തവരെ. ഇതൊക്കെ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണം. അതാ വേണ്ടത്. പൈസ ഉണ്ടാക്കണം. പെൺപിള്ളേർ പൈസ ഉണ്ടാക്കണം, സ്ത്രീകളും പൈസ ഉണ്ടാക്കണം. അതിന് പ്രായമൊന്നും ഒരു ബാധകമല്ല കേട്ടോ. നമ്മളാണ് നമ്മുടെ പ്രായം തീരുമാനിക്കുന്നത്, ഇല്ലേ? എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞ് ചിലരിക്കണം, ഓ ഇനിയിപ്പോൾ എന്നതാ, എനിക്ക് പ്രായമായില്ലേ, ഓ എനിക്കിനി തലമുടി കെട്ടണ്ട, അത് ഈ പ്രായത്തിൽ ഇനി ഇതൊക്കെ മതി, എനിക്ക് മേക്കപ്പ് ഇതൊന്നും വേണ്ടെന്ന്, എനിക്ക് പ്രായമായില്ല. അങ്ങനെയൊന്നുമില്ല. പ്രായമൊക്കെ നമ്മൾ പറയുന്നതാണ് പ്രായം. നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഏത് രീതിയിൽ നടക്കണം, ഏത് രീതിയിൽ നടക്കണ്ട എന്ന്. നമ്മളിങ്ങനെ അവിഞ്ഞു കുത്തി ഇങ്ങനെ ഒടിഞ്ഞു കുത്തി നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. നമ്മളല്ല സ്മാർട്ടായിട്ട് നല്ല ജിൽ എന്നും നടക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, സന്തോഷവാന്മാരായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നന്ദി.